പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ നാളിൽ ഒരു ഓവർഫ്ലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാ വഞ്ചനകളും എല്ലാ ചതിയും പിശാച് ചെയ്തു വെക്കുന്നതിൽ ഉത്സുകനാണ്. എന്നാൽ അതേതൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് ചതി പറ്റുന്നത് എന്നൊന്ന് നോക്കാം. സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? താൻ മാത്ര ചിന്ത, സ്വാർത്ഥത. ഈവൻ സഭയിൽ പോലും ആത്മാവിൻ്റെ ശക്തിക്കും ഇഷ്ടത്തിനും കീഴ്പ്പെടാതെ വണ്ണം സെൽഫിഷായിട്ടുള്ള അംബിഷൻസ് പലരിലും ഉണ്ടാകും. സ്കൂളിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും, ഞാൻ പറയട്ടെ, മാർക്കറ്റ് പ്ലേസിലാണെങ്കിലും വർക്ക് പ്ലേസിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ഒരു ലീഡർഷിപ്പിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഏത് നിരയിൽ നാം നിൽക്കുകയാണെങ്കിലും നമ്മുടെ മോട്ടീവ്സ് എന്താണെന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. നാം എപ്പോഴും ചോദിക്കുന്നൊരു കാര്യം നമ്മോട് തന്നെയുള്ളത് എന്തുവാ? വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ മീ, അല്ലേ? അതാണ് നമ്മളെപ്പോഴും ചോദിക്കുന്നത്. ആണോ? അതോ വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന് ഏറ്റവും നല്ലത് എന്തെന്നാണോ നാം ചോദിക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിന് നാം കീഴടങ്ങി കൊടുക്കുന്നതാണ് ദ ബെസ്റ്റ് വേ. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പിയർ 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 3 and 4. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. എന്താ ഒരു വാക്യമാ, അല്ലേ? പ്രൈസ് ഗോഡ്. ഫിലിപ്പിയൻ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ, നത്തിങ് ഇൻ സെൽഫിഷ് അംബിഷൻ. ഡു നത്തിങ് ഇൻ സെൽഫിഷ് അംബിഷൻ. നത്തിങ് മീൻസ് നത്തിങ്. അതുകൊണ്ട് നാം എല്ലാം ചെയ്യുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണം ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കരുത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. 1 Corinthians chapter 10 verse 24. അത് ഇങ്ങനെ പറയുന്നു: ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയാണോ ലോകത്തിൻ്റെ നോട്ടം? ഹൗ ഡിഫറെൻറ്റ് വുഡ് ബി ദ വേൾഡ് ലുക്ക് ഇഫ് നോ വൺ ഓപ്പറേറ്റഡ് ഫ്രം സെൽഫിഷ് അംബിഷൻ ബട്ട് ഫോർ ദ ഗുഡ് ഓഫ് അതേഴ്സ്. എത്ര സമാധാനമായിരുന്നേനെ, എത്ര സന്തോഷമായിരുന്നേനെ, അല്ലേ? പ്രൈസ് ഗോഡ്. നമ്മൾ കർത്താവിനോട് അടുത്ത് ജീവിക്കുമ്പോൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും നമ്മുടെ അംബിഷൻ സ്വാർത്ഥപരമായിട്ടുള്ളതാണോ അല്ലയോ എന്ന്. വേറൊന്ന് പ്രൈഡ്. നമ്മൾ അതിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കണം. അതത്ര വലിയ ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എത്ര പ്രാവശ്യം ദൈവം നമ്മോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളത് പകുതി ചെയ്തിട്ട് മാറിപ്പോയിട്ടുണ്ട്. അതൊരു വിധത്തിലൊരു പ്രൈഡല്ലേ, അഹങ്കാരമല്ലേ? ദിസ് ഈസ് us saying, I am God and I know what's best for me in this situation. അതുകൊണ്ട് ദൈവമക്കളെ, പേഴ്സണൽ പ്രസ്റ്റീജിൽ പ്രൈഡ് കണ്ടെത്തരുത്, അഹങ്കരിക്കരുത്. നമ്മുടെ വരുമാനത്തിൽ അഹങ്കരിക്കരുത്, നമ്മുടെ കഴിവിൽ അഹങ്കരിക്കരുത്, നമ്മുടെ കുടുംബത്തിൽ അഹങ്കരിക്കരുത്. അങ്ങനെ പലതുമുണ്ട്. ഈ അഹങ്കാരമുണ്ടല്ലോ, നമ്മെ ദൈവത്തിൽ നിന്ന് വേർതിരിക്കും.
എന്നിട്ട് നാം നമ്മിലേക്ക് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു ചിന്തയിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സ്വസ്ഥത കൊണ്ടുതരികയില്ല. എപ്പോഴും മനസ്സിന് ഒരു ഇറിറ്റേഷൻസ് അത് ക്രിയേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഒരു വാക്യം നമുക്ക് നോക്കാമേ. യാക്കോബ് 4:6, 7, 8 വാക്യങ്ങൾ. ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സസ് 6, 7 and 8. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടുഓടിപ്പോവും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. പറ്റുമോ? നമ്മൾ താഴ്മയോടെ ദൈവമുഖത്ത് നിൽക്കണം. ദൈവത്തിൻ്റെ കൃപ റിസീവ് ചെയ്യുവാൻ തക്കോണം നാം ഒരുക്കമുള്ളവരായിരിക്കണം. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ദൈവമക്കളെ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ സകലം പോലും അഹങ്കാരം കാണുവാൻ ഇടയാകരുത്. ഞാൻ ഒരു വാക്യം നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരട്ടെ. സദൃശ്യവാക്യം 16-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. പ്രോവേർബ്സ് ചാപ്റ്റർ 60 വേഴ്സ് 18. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. പ്രൈസ് ഗോഡ്. അഹങ്കാരം എപ്പോഴും നാശത്തിലേക്ക് കൊണ്ടുവരത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും ചെറിയ സംഗതികൾക്ക് പോലും നമുക്ക് ഒരു ഗർവം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ ഒരു ഓവർഫ്ലോയിങ് ലൈഫ് നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ഈ പ്രൈഡിനെ വിട്ടുകളയണം. നമ്മൾ ഓരോന്ന് കണ്ടു അല്ലേ, സെൽഫിഷ്നെസ്സിനെ വിട്ടുകളയണം, പ്രൈഡിനെ വിട്ടുകളയണം. എന്നിട്ട് ഒരു സ്പിരിറ്റ് ഫിൽഡ് ലൈഫ് നമ്മുടെ ജീവിതത്തിൽ നയിക്കുവാൻ കൊണ്ട് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, എന്തെങ്കിലും മറിഞ്ഞു കിടക്കുന്ന ഒരു അഹങ്കാരം, ഒരു ഗർവം എന്നിലുണ്ടെങ്കിൽ കർത്താവേ അത് മാറ്റിക്കളഞ്ഞിട്ട് പൂർണ്ണമായിട്ട് നിന്നെ അനുകരിപ്പാൻ തക്കോണം എന്നെ സഹായിക്കണമെന്ന് ദൈവത്തോട് പറ. പ്രൈസ് ഗോഡ്. പിന്നീട് ഒഫൻസ് സാത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു ഇഫക്റ്റീവായിട്ടുള്ള ടൂളാണ്. പ്രൈസ് ഗോഡ്. ആ ഒഫൻസ് എപ്പോഴും ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. രസക്കേടും കുറ്റവും കോപവും പരിഭവവും എല്ലാം ഒഫൻസിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് കേട്ടോ. എത്ര ശക്തിയുള്ള ആൾക്കാരെ പോലും ഈ ഒഫൻസിന് താഴെ കൊണ്ടുവരാൻ പറ്റും. ദൈവജനത്തിൻ്റെ ഇടയിൽ ഇതൊട്ടും കാണുവാനിടയാകരുത്. ചർച്ചസിനെ കുലുക്കുവാൻ, ഇളക്കുവാൻ, അനേകരെ കയ്പിലാക്കാൻ, കുടുംബ ബന്ധങ്ങളെ കീറി അകറ്റുവാൻ, വിശ്വാസികളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ, ഒരു വൈകാരിക തലത്തിൽ കയ്പും നീരസവും എല്ലാം കൊണ്ടുവരുവാൻ, അങ്ങനെ ഫിസിക്കൽ ഇൽനെസ്സിലേക്ക് പോലും ഈ ഓഫൻസ് നമ്മെ നയിക്കും. സദൃശ്യവാക്യം 17:9 ഇങ്ങനെ പറയുന്നു, സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വെക്കുന്നു, കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ഗ്രഡ്ജ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുതേ. നിൻ്റെ സഹോദരനോടോ സഹോദരിയോടോ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ അത് മാറ്റിക്കള. ദൈവത്തിൻ്റെ ക്ഷമയ്ക്ക് വേണ്ടി യാചിക്കുക. ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ ഏത് തെറ്റാണെങ്കിലും കർത്താവ് നമുക്ക് ക്ഷമിച്ചു തരും. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 15 ഇങ്ങനെ പറയുന്നു, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അത് 16-ാമത്തെയും കൂടെ വാക്യമാണ് ഞാൻ വായിച്ചത്. പക്ഷേ 15-ാമത്തെ വാക്യം പറയുന്നു, ഒരു കയ്പുള്ള വേരും മുളയ്ക്കുവാൻ ഇടയാകരുത്. ദൈവകൃപ നമ്മിൽ നിന്ന് ചോർന്നു പോകാൻ ഇടയാകരുത്. അതുകൊണ്ട് ആ വേരോടെ പിഴുത് കളയണം, ആ കയ്പ് മാറ്റി കളയണം കേട്ടോ. അല്ലെങ്കിൽ അതൊരു ഒഫൻസാണ്.
അത് കയ്പ് നമ്മളിൽ വളർന്നു വരുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ അത് നിറഞ്ഞു വരുമ്പോൾ, പിന്നെ ആ ഹൃദയത്തിൽ നിന്ന് നന്മ എങ്ങനെ ഓവർഫ്ലോ ചെയ്യും? ദൈവമക്കളെ, അതിനെ വേരോടെ പറിച്ചു പെട്ടെന്ന് തന്നെ ക്ഷമിച്ച് കളയണം. ഹല്ലേലൂയ. If we want to be overflowing with the Spirit, we can't let offense be a motivating factor in our lives. അതുകൊണ്ട് ഒഫൻസ് വിട്ടുകളയുക. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇതുവരെയും ഞങ്ങളെ നീ കാത്ത കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സ്വാർത്ഥത മാറിപ്പോട്ടെ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഫൻസ് മാറിപ്പോട്ടെ. അങ്ങനെ വിശുദ്ധിയുള്ളൊരു ജീവിതം നയിപ്പാൻ തക്കണം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.